അതുവരെ ഇരിക്കാൻ ബോറടി മാറ്റാൻ ഞാൻ ഒരു സാധനം തരാമെന്ന് പുള്ളി ഉള്ളിൽ പോയിട്ട് ഒരു നമ്മുടെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ഒരു A3 വലിപ്പത്തിലുള്ള ഒരു ഏതാണ്ട് ഈ ഹൈറ്റ് വരുന്ന ഒരു പൊതി കൊണ്ട് എന്നെ ഏൽപ്പിച്ചു. എന്നെ ഏൽപ്പിച്ചിട്ട് പുള്ളി ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ ഈ റാപ്പർ അഴിച്ച് നോക്കിയാൽ ഞാൻ ഞെട്ടിപ്പോയി, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാര്യം ഞാൻ കാണുന്ന കാഴ്ച A3 വലിപ്പത്തിൽ പ്രിൻ്റ് അടിച്ച ബേഡ്സിൻ്റെ വിവിധ മാനരസങ്ങളിലുള്ള വിവിധ അവരുടെ ചേഷ്ടകൾ ഉള്ള ഫീഡിങ് ആയാലും ബ്രീഡിങ് ആയാലും ഭക്ഷണം തേടലായാലും ആ രാത്രി പകലെന്ന് വേണ്ട, പുള്ളിൽ ഫ്ലാഷ് സെറ്റ് ചെയ്തെടുത്ത രാത്രിയിലെടുത്ത ഫോട്ടോകൾ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ഒരുപാട് ബേഡ്സിൻ്റെ ഫോട്ടോകൾ ഉൾപ്പെടെ കുറേ അധികം ഫോട്ടോസ്, എല്ലാം നല്ല എക്സലൻറ്റ് ഫോട്ടോസ്. അതൊരു എൻട്രി ലെവൽ 5300 എന്ന് പറയുന്നത് നിക്കോണിൻ്റെ 5300 എന്ന് പറയുന്ന എൻട്രി ലെവൽ ക്യാമറയിൽ സിഗ്മയുടെ 150-600 എന്ന് പറയുന്ന എൻട്രി ലെവൽ ലെൻസിനകത്ത് എടുത്ത പടങ്ങളാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അഹങ്കരിച്ചത്. ഞാൻ ഭയങ്കര ഫോട്ടോഗ്രാഫറാണെന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നു. മൊത്തം അവിടെ തകർന്ന് തരിപ്പണമായിപ്പോയി. താഴത്തെ പേരൂടെ വായിച്ചപ്പോഴാണ് നമുക്ക് ആ ഞെട്ടൽ പൂർണ്ണമായത്. NV കൃഷ്ണൻ. കാര്യം ഈ പേര് ഞാൻ ഒരുപാട് ഈ മാഗസിൻസിൽ കണ്ടിട്ടുണ്ട്, യാത്രയിലും ആയാലും ഒരുപാട് മാഗസിൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കുറേ ഉണ്ട്. പുള്ളിയുണ്ട്, ഒരുപാടുണ്ട്. അദ്ദേഹം ഇൻ്റർവ്യൂസ് മാത്രമല്ല, ഏതാണ്ട് 26-27 അവാർഡുകൾ പുള്ളിക്ക്, അത് നാറ്റ്ജിയോടെ ഉൾപ്പെടെ 26-27 ഈ പാരിസ്ഥിതിക ഫോട്ടോഗ്രാഫിയുടെ അവാർഡുകൾ മേടിച്ചിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ NV കൃഷ്ണനാണ് ഒരു കണ്ടെത്തൽ. ഇടയ്ക്ക് നമുക്കൊരു പ്രചോദനമായൊരു മനുഷ്യൻ. അത് ഫോട്ടോഗ്രാഫി എന്നുള്ളതല്ല, നമ്മൾ കരുതേണ്ട ചില എത്തിക്സ്, നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ, നമ്മൾ ജീവിതത്തിൽ ഈ എത്തിക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ എത്തിക്സിൻ്റെ ബേർഡിങ്ങിൽ എത്തിക്സ് ഉണ്ടോ? അപ്പോൾ അത് എന്തൊക്കെയാണ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഈ ബേഡ്സ് ആയാലും വൈൽഡ് ലൈഫ് ആയാലും ആനിമൽസ് ആയാലും പ്രകൃതി ആയാലും എന്തായാലും എല്ലാവർക്കും ഓരോ വ്യക്തിത്വങ്ങൾ നമ്മൾ കൽപ്പിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമുക്കൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് എപ്പോഴും വേണം. നമുക്ക് നമ്മളായിട്ട് പ്രൈവസി മീൻസ് ഒരു സ്പേസ് നമുക്ക് വേണം. ഈ ഒരു സ്പേസ് എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ശരിക്കും ഒരു പ്രകൃതി സ്നേഹി ആവുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബേഡുകൾ പ്രത്യേകിച്ചും. കാര്യം ഈ ബേഡ്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, എപ്പോഴും അവർ വളരെ ശ്രദ്ധയുള്ള ആൾക്കാരാണ്. അവർക്കൊരു ത്രെറ്റ് ഉണ്ടോ എന്ന് അവർ പേടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ബേഡിങ്ങിനോ അല്ലെങ്കിൽ ബേഡ് ഫോട്ടോഗ്രാഫിക്കോ പോകുമ്പോഴത്തേന് അവരുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം, അവർക്കൊരു ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കെടുത്താനുള്ള കാര്യങ്ങളെല്ലാം അതിനെതിരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബേഡ് ഒരു മുട്ടയിട്ടിരിക്കണം, ഒരു കൂട്ടിൽ മുട്ടയിട്ടിരിക്കണം, അടയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു ബേഡ് ഒരു കൂടെപ്പോഴും ഒരുക്കുന്നത്, അത് കൂടൊരുക്കുന്നതിന് മുന്നേ ആ പരിസരം എല്ലാം വീക്ഷിച്ച് അതിനെ മുട്ടയിട്ട് അടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാനുള്ളൊരു കാലഘട്ടം വരെ സ്വസ്ഥമായിട്ട് സൗമ്യമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ലൊക്കേഷനാണെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് കൂട് വെക്കത്തുള്ളൂ. അപ്പം നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് ഒരു ബേഡ് വന്ന് കൂട് വെച്ചാൽ നമ്മൾ ഐശ്വര്യമുള്ളവരാണ്, നമ്മൾ ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ പറയും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വീട്ടിൽ കുരുവിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞോ കൂട് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഏറ്റവും സ്വസ്ഥതയുള്ള സ്ഥലത്തെ ഈ പക്ഷികൾ കൂട് വെക്കത്തുള്ളൂ. ഇപ്പം വന്യമൃഗങ്ങൾ തന്നെ വനത്തിന് പുറത്തുള്ള ഈ മനുഷ്യൻ്റെ ആധിപത്യമുള്ള മേഖലകളിൽ വന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കും. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ത്രെറ്റ്, വന്യമൃഗങ്ങളിൽ നിന്നാണ് അതിന് ഏറ്റവും കൂടുതൽ ത്രെറ്റ് ഉള്ളത്. കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നുന്ന ജീവികളുണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവർ ഈ കുറച്ച് ഒഴിഞ്ഞ ഈ ബഫർ സോൺ നമ്മൾ പറയുന്ന ഭാഗങ്ങളിലേക്ക് വന്ന് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഞാൻ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ടും ഫ്രീ ആയിട്ടും കുഞ്ഞുങ്ങളെ വളർത്താവുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ വരുന്നതെന്നാണ് കരുതുന്നത്. ആ ഒരു നാട്ടിലുള്ള ആൾക്കാരെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇരിക്കുന്ന ബേഡ്സിനെ അതിൻ്റെ ബ്രീഡിങ്ങിന്, നെസ്റ്റിങ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ബ്രീഡിങ് നെസ്റ്റിങ് ഉള്ള സന്ദർഭങ്ങളുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് ശ്രദ്ധ ഇതിന് കാണത്തില്ല. ബ്രീഡിങ് സീസണിൽ ബ്രീഡിങ്ങിലായിരിക്കും ശ്രദ്ധ, നെസ്റ്റിംഗ് സീസണിൽ കുഞ്ഞുങ്ങൾ മുട്ട അതിലേക്കാണ് ശ്രദ്ധ. അപ്പോൾ അതുകൊണ്ട് ഒരു പുറമേ നിന്നുള്ള ത്രെറ്റിനോട് ഇതിന് വലിയ ഭീഷണി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് പോകാനും നല്ല ഫോട്ടോസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇത് ആൾക്കാർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെസ്റ്റിങ്ങിൽ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വെറൈറ്റി ആയ ഫോട്ടോസ് ആയതുകൊണ്ടും അത് ആൾക്കാർക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്.
വർഷത്തിൽ ബീഡിങ്ങിന് അനുയോജ്യമാണെന്ന് പറഞ്ഞാൽ വർഷത്തിലെ എല്ലാ സമയവും നമുക്ക് വർഷത്തിലെ എല്ലാ സമയവും നമുക്ക് ബീഡിങ്ങിന് അനുയോജ്യം തന്നെയാണ്. ഒരു പ്രകൃതി യാത്രികനോ അല്ലെങ്കിൽ ഒരു ബീഡ് ലവറോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ സപ്ലൈ അല്ല. നമുക്ക് ഇന്ന ഡേറ്റിലേ പോകാവൂ അല്ലെങ്കിൽ ഇന്ന സീസണിലേ പോകാവൂ എന്നുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. നമുക്ക് എപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. ബേഡ്സ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ സീസണൽ എന്ന് പറയുന്നത് നമുക്കൊരു സെപ്റ്റംബർ പകുതിയോടുകൂടി ഒരു മെയ് പകുതി വരെ നടക്കുന്ന സീസണിലെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രേറ്ററി ബേഡ്സ് എല്ലാം വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് റെസിഡൻ്റ് അല്ലാതെ മൈഗ്രേറ്ററി ആയിട്ട് വരുന്ന ബേഡ്സിനെ എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് സീസൺ ബേഡ് വാച്ചിങ്ങിൻ്റെ സീസൺ എന്നുള്ള ഒരു വിളിപ്പേരിലോ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ നമ്മൾ അതിന് കൊടുക്കുന്നത്. സെപ്റ്റംബർ പകുതി തൊട്ട് ഒരു മെയ് പകുതി വരെയുള്ള ഒരു 6 മാസ കാലത്താണ് അത് ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. ഹിമാലയത്തിൽ അല്ലെങ്കിൽ സൈബീരിയ പോലുള്ള സ്ഥലങ്ങളിൽ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവിടുന്ന് ഈ നല്ല ജീവിത സാഹചര്യങ്ങൾ ഇരയും തേടി വരുന്ന അല്ലെങ്കിൽ കൂടൊരുക്കി കുഞ്ഞുങ്ങളെ വിരിച്ച് പോകാൻ വേണ്ടി വരുന്ന പക്ഷികളുടെ ഒരു സീസൺ ആയതുകൊണ്ടാണ് അതിനൊരു മൈഗ്രേറ്ററി സീസൺ അല്ലെങ്കിൽ ബേഡിങ് സീസൺ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നത്. ആസ് എ ബേഡ് ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു പ്രകൃതി സ്നേഹി എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും സീസണാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു ബേഡിന് റെസിഡൻ്റ് ആയിരിക്കും ചിലപ്പോൾ അവൻ സ്ഥിരമായിട്ട് ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന ബേഡായിരിക്കാം. നമുക്ക് അവൻ്റെ നല്ല ബിഹേവിയർ, നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു പടങ്ങൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ സാധ്യതകൾ ഈ ഒരു സെപ്റ്റംബർ പകുതി തൊട്ട് മെയ് പകുതിയുള്ളൊരു കാലഘട്ടമാണ്. കാര്യം നമുക്ക് റെസിഡൻ്റ് ആയിട്ടുള്ള ബേഡിനെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ മൈഗ്രേറ്റ് ആയിട്ടുള്ള ബേഡിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഫെബ്രുവരിയിൽ മൂന്നാറിലൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പോയപ്പോഴാണ് എനിക്ക് ബ്ലൂ ക്യാപ്പ് റോക്ക് ത്രഷ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് അംഗീകാരം കിട്ടി, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എനിക്ക് അതിൽ ഒരു കിട്ടി. നല്ലൊരു ലുക്കിൽ, അതെ, വളരെ നല്ലൊരു ലുക്കിൽ, വളരെ നല്ലൊരു ഫ്രെയിമിൽ, വളരെ നല്ലൊരു ലൈറ്റിങ്ങിൽ, വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ, വളരെ ക്ലോസ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പടം എനിക്കത് കിട്ടി. അപ്പോൾ ഇത് ഒരു മൈഗ്രേറ്ററി ബേഡാണ്. നമുക്ക് കൊല്ലം മുഴുവൻ കേരളത്തിൽ കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഹിമാലയത്തിൽ നിന്ന് സെപ്റ്റംബറിന് പകുതിക്ക് ശേഷം കേരളത്തിലേക്ക് വരുന്നതാണ്. ഫെബ്രുവരി എനിക്ക് അതിനെ കിട്ടി. നമ്മൾ ഈ മൈഗ്രേറ്ററി സീസണിൽ പോയി കഴിഞ്ഞാൽ ഒരു ഗുണം, ഒരു മെച്ചം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ കാര്യം ഈ ഒരു ബേഡിന് വേണ്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. ഇത് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ബേഡാണ്. വളരെ ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു ബേഡാണ്. ഒരുപാട് പേര് അതിൻ്റെ വളരെ നല്ല നല്ല പടങ്ങൾ ഇട്ടിരിക്കുന്നത് കണ്ട് അവരോട് കൺസൾട്ട് ചെയ്ത് ലൊക്കേഷൻസ് നോക്കി നെല്ലിയാമ്പതി, വാഗമൺ, മൂന്നാർ, വാൽപ്പാറ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇതിനു വേണ്ടി മാത്രം റിസ്ക് എടുത്ത് മെനക്കെട്ട് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അവസാനം വന്നപ്പോഴത്തേന് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു കാഷ്വൽ വിസിറ്റിന് പോയപ്പോഴത്തേന് എൻ്റെ കൺമുന്നിൽ വന്ന് എനിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഈ ഒരു സീസണിനകത്ത് നമുക്കുള്ളൊരു ഗുണം. അതാണ് നമുക്ക് ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ബേഡ് വാച്ചിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ പോകുമ്പോഴത്തേന് നമുക്ക് എപ്പോഴും ഒരു സെപ്റ്റംബർ പകുതി തൊട്ട് മെയ് പകുതിയുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിരാശനാവേണ്ടി വരത്തില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടും. മൂങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂങ്ങയുടെ മുഖം നമ്മുടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യന്മാരുടെ മുഖം പോലെയാണ്. ബാക്കിയുള്ള ബേഡ്സിൻ്റെ എല്ലാം മുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ 2 സൈഡിലായിട്ടാണ് അവർക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നീണ്ട മുഖമായിരിക്കും, 2 സൈഡിലായിട്ട് കണ്ണുകൾ ഫിക്സ് ചെയ്തതായിരിക്കും, 2 സൈഡ് വ്യൂ ഉണ്ടായിരിക്കും. മൂങ്ങയുടെ പ്രത്യേകത ഇവർ രാത്രിയും ചരന്മാരായതുകൊണ്ടും ഇവർക്ക് ഈ രാത്രിയിൽ കൂടുതൽ ഭക്ഷണം തേടുന്ന ആൾക്കാരായതുകൊണ്ടും അവർ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ടും അവർക്ക് വലിയ കണ്ണുകളും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യൂവും അവർക്ക് പ്രകൃതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മൂങ്ങയുടെ പടം പകൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടൊരു സംഭവമാണ്. പകൽ ഇവർ എവിടെയെങ്കിലും ഒരു ഭാഗങ്ങളിൽ ഒളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ പൊത്തിനുള്ളിലിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹൈഡാണ് അവർ പകൽ പ്രിഫർ ചെയ്യുന്നത്. രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യ മയങ്ങിയ നേരങ്ങളിൽ കൂടുതൽ ഇരയിടുന്ന ഒരു വിഭാഗമാണ് മൂങ്ങകൾ. അതിനകത്ത് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 2 എണ്ണം നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന ജംഗിൾ ഓലറ്റ് എന്ന് പറയുന്ന ചെമ്പൻ നത്ത് എന്ന് പറയുന്ന സംഭവം, പിന്നെ പുള്ളിനത്ത് എന്ന് പറയുന്ന സ്പോട്ടഡ് ഓവലറ്റ് എന്ന് പറയുന്നത്, ഈ 2 ചെറിയ മൂങ്ങ വെറൈറ്റികളാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിനെ നമുക്ക് പകരം സ്പോട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ. നമ്മുടെ ഈ മൂങ്ങകളുടെ വേറൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിക്കാരുടെ വലിയൊരു സഹായമാണ് ഇദ്ദേഹം. കാര്യം നമ്മുടെ നാട്ടിലുള്ള ഈ കൃഷി വിളകൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കീടങ്ങളല്ല, ഇവന്മാരുടെ ഭക്ഷണം എന്ന് പറയുന്നത് എലിയാണ്. അപ്പോൾ മൂങ്ങ തന്നെ പല വലിപ്പത്തിലുള്ള മൂങ്ങകളുണ്ട്. വലിയ മൂങ്ങകളുണ്ട്, നമ്മുടെ ഈഗിൾ ഓള്, അല്ലെങ്കിൽ ഫിഷ് ഔള്,
മുട്ടൽ വുഡുകൾ, കാലൻ കോഴി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ രാത്രി കാലങ്ങളിൽ ഇവൻ്റെ കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാർ കരയുന്ന പോലെ അല്ലെങ്കിൽ സ്ത്രീകൾ കരയുന്ന പോലുള്ള ഒരു ശബ്ദമാണ് ഇദ്ദേഹത്തിൻ്റെ കോള്. മാത്രമല്ല വളരെ വളരെ ഉച്ചത്തിലുള്ള, വളരെ ഹൈ ഡെൻസിറ്റിയിലുള്ള, ഹൈ ഫ്രീക്വൻസിയിലുള്ള കോളാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ രാത്രിയിൽ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ടുള്ള സംഭവമായിരുന്നു ഇത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോള് വന്നു കഴിഞ്ഞാൽ കാലൻ വരുന്നതിൻ്റെ സൂചനയായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ച് കൊണ്ട് വെട്ടം വെളിച്ചമൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ പണ്ട് കുഞ്ഞുനാളെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ളൊരു കഥകളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ പണ്ടുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അവൻ്റെ കോള് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം വളരെ റയറാണ്, വളരെ അപൂർവമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടതെന്ന് വേണം പറയാം. നമ്മുടെ ഈ ഒരു അവൻ്റെ ഹാബിറ്റാറ്റ് വലിയ വലിയ മരങ്ങളിൽ പുത്തിലാണ് ഇത് കൂട് വെക്കുന്നത്. അങ്ങനെയുള്ള മരങ്ങളുടെ ഒരു അഭാവവും പിന്നെ ഇരകളുടെ ഒരു അഭാവവും പിന്നെ ഈ വെട്ടവും വെളിച്ചവും ആക്കാനൊരു അതായിരിക്കാം. അപ്പം ഈ ഷിക്ര ചെറിയ ഈ മൂങ്ങ ഐറ്റങ്ങൾ, ജംഗിൾ ഓവലിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ പകലും ആക്റ്റീവാണ്. യവന്മാരെ കാണുമ്പോഴാണ് ഈ കരിയിലക്കിളി നമ്മൾ പറയുന്ന ജംഗിൾ ബാബിളർ എന്ന് പറയും. ഇവർ കൂട്ടമായിട്ട് ഒരു അലാം കോളും ഒരു ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അവിടെ ഏതോ പ്രൊട്ടക്ടർ ഇരിപ്പുണ്ട്. അങ്ങനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ മൂങ്ങാവർഗത്തിലുള്ള രാത്രിചാരന്മാരായ പകലും വേട്ടയാടുന്ന ആൾക്കാർ. അങ്ങനെ ഈ അവരുടെ കോളും അവരുടെ അലാം കോളും കേട്ട് പോയാണ് എനിക്ക് പലപ്പോഴും ഈ ഒരു കിട്ടുന്നത്. മൂങ്ങയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല എവിടെയൊക്കെ കിളികളുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. പ്രധാനമായിട്ടും കോൾസാണ്, അവരുടെ ശബ്ദമാണ്. ശബ്ദം നോക്കിയാണ് നമ്മൾ പ്രധാനമായിട്ടും ബേഡ്സ് ഉള്ളവർ. ആ പ്രൈമറി നീഡ്സിന് വേണ്ടിയുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടോ അവിടെ നമുക്ക് ബേഡ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഴങ്ങളുടെ സീസണിൽ പേരയ്ക്കായാലും കപ്പയ്ക്കായാലും അങ്ങനെയുള്ള ഈ പഴങ്ങൾ പിടിക്കുന്ന മരങ്ങളുള്ള ഏരിയയിൽ പഴങ്ങൾ ഭക്ഷിക്കുന്ന ബേഡ്സിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ബേഡ്സിനെ സ്പോട്ട് ചെയ്യാൻ അവരുടെ നല്ല ഫോട്ടോസ് കിട്ടാനുള്ള സാധ്യത വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കായ്ക്കുന്ന കപ്പയ്ക്ക എന്ന് പറയുന്ന പപ്പായ നമ്മൾ പറയും. പപ്പായ എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ പഴം കഴിക്കാൻ വേണ്ടി മാത്രം ഒരു 4-5 വെറൈറ്റി ബേഡ്സ് വന്ന് എനിക്ക് പടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് അവരുടെ ഹാബിറ്റാറ്റ് ഈ അവരുടെ ഭക്ഷണം കിട്ടാനുള്ള ലഭ്യതയുടെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ലഭ്യതയുടെ ഒരു ആവശ്യകത അനുസരിച്ച് മാറും, തീർച്ചയായിട്ടും മാറും.